ഹലോ. അങ്ങനെ മുംബൈയിലെ കുക്കിംഗ് മൂന്നാം ദിവസത്തിലേക്ക് കിടക്കുകയാണ്. അപ്പൊ ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മുംബൈയിൽ വന്നിട്ട് നമ്മൾ കുറെ വിഭവങ്ങൾ അല്ലെ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് പ്രോൺസ് വാങ്ങിയിട്ട് നല്ല പൊറോട്ട ഉണ്ട്. അപ്പൊ ലോങ് വീക്കെൻഡ് ആണ്, ഈസ്റ്റർ അല്ലെ, ഈസ്റ്റർ വരും. അപ്പൊ ഈസ്റ്റർ സ്പെഷ്യൽ ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈസ്റ്റർ ആയിട്ട് നമ്മൾ വിചാരിച്ചു പൊറോട്ടയും പ്രോൺസും എല്ലാവരും വട്ടയപ്പോ അതൊക്കെ അപ്പൊ ഒരു വ്യത്യസ്തമായിട്ട് ഒരു പ്രോൺസ്. പിന്നെ ഇതെന്താ വെച്ചാൽ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ ആകുമ്പോ നിങ്ങളുടെ ഒപ്പം എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോ അതിന്റെ ഒരു സന്തോഷം വേറെയല്ലേ. അപ്പൊ കൊറേ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കണു. അപ്പൊ ഞാൻ വിചാരിക്കും ഒന്നെങ്കിൽ ബാംഗ്ലൂരിൽ പോയിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ബോംബെ പോയി, അല്ലെങ്കിൽ കുട്ടികളുടെ നാട്ടിൽ വന്നിട്ട് ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിക്കും. അപ്പൊ ഇന്നിപ്പോ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഒരു നാടൻ പ്രോൺസ് കറി. നാടൻ അല്ല, ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. കൊറേ പ്രോൺസ് റെസിപ്പി അമ്മട്ടുണ്ട്. അപ്പൊ അതൊന്നും ഇടാത്തൊരു ടൈപ്പ് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് എന്താ പറയാ, പ്രോൺസിന്റെ നാടൻ കറി വിത്ത് പൊറോട്ട കോമ്പിനേഷൻ, ചപ്പാത്തിയാണ്. പിന്നെ ഇതിന് ദോശയും ഒക്കെ നല്ല ദോശക്ക് ബെസ്റ്റ് കേട്ടോ ഈ കറി. ദോശയും ഈ പ്രോൺസ് കറിയും സൂപ്പറാണ്. അപ്പൊ ഇന്നിപ്പോ പൊറോട്ട വേണം മിത്തു പറഞ്ഞപ്പോ ഇന്ന് പൊറോട്ട ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാട്ടോ. ചെമ്മീൻ ഒരു കിലോ ചെമ്മീൻ നേരെയാക്കിയതുണ്ട്. അപ്പൊ ഇത് ആദ്യം നമുക്ക് ഉപ്പും മഞ്ഞളും ഇട്ടിട്ടൊന്ന് തിളപ്പിക്കണം. ഒരു 1.5 സ്പൂണ് ഉപ്പിടുന്നുണ്ട് ഇട്ടത്. ഇത് 1 കിലോ പ്രോൺസ് നേരെയാക്കിയിട്ട് 1/2 കിലോ മീഡിയം സൈസ് ഒരു നാടൻ ടേസ്റ്റിലുള്ള പ്രോൺസ് ആണ്. പിന്നെ ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണ് പെരിഞ്ജീരകം, ഇതും കൂടി ഇട്ടിട്ടൊന്ന് തിളപ്പിക്കുക, വേവിക്കണം അല്ലേ. വേവിട്ടിട്ടോ. അപ്പോഴേക്കും നമുക്ക് മസാല തയ്യാറാക്കാം. ഇതിലേക്ക് ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ 2 വലിയ ഉള്ളിയും ഒരു 5-8 ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ഒറ്റയ്ക്കാണ് വെച്ചാൽ നല്ലതാട്ടോ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 2 പച്ചമുളക് വേണം, പിന്നെ ഒരു കുറച്ച് പുളി. വെളുത്തുള്ളി വേണ്ട. പുളി ആദ്യം വെള്ളത്തിലെടുത്തിട്ടോ, വളരെ കുറച്ച് പുളി മതി കേട്ടോ. അത് വെള്ളത്തിലിട്ട് വെക്കാം. സാമ്പാർ പുളി. സാമ്പാർ പുളി, കുടംപുളി അല്ല, സാമ്പാർ പുളി. ഇതിലേക്ക് ഇനി 2 പച്ചമുളകും കൂടി എടുക്കണം. പ്രോൺസ് നന്നായി തിളച്ചു തുടങ്ങി, വേവാൻ തുടങ്ങി. ഇപ്പം ഇനി ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ പോകും കേട്ടോ. അപ്പോൾ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് പാരുന്നത്. ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ പാരുന്നുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ഇനി ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വഴറ്റണം ആദ്യം. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് മൂത്തു കിട്ടോ. അതിലേക്ക് ഞാനിതായി ഉള്ളി ചെറുതാക്കി നോക്കിയത് ഇടുന്നുണ്ട്. ഇതൊന്ന് നന്നായി വഴരണം കേട്ടോ. ഇപ്പോൾ ഉള്ളി നല്ല വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഈ 2 തക്കാളി ഇടും കേട്ടോ. ഇതൊന്ന് നന്നായി വഴരണം. അപ്പൊ പ്രോൺസ് ഇതാ ഇവിടെ വെന്തു. ഇനി ഇത് ഓഫ് ചെയ്യണേ. ഇതിന്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലല്ലേ? അതെ, ഇതൊരു അരമുറി നാളികേരത്തിന്റെ പാലാട്ടോ. അത് 2ാം പാലും 1ാം പാലും എടുക്കുകയാണ്. 1ാം പാൽ എത്ര വേണം? ഒരു 1/2 ഗ്ലാസ് മതി. ലാസ്റ്റ് ഒരു കുറച്ച് നമ്മള് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കും. ആ ഒരു പാലിന്റെ ടേസ്റ്റ് കിട്ടേ വേണ്ട. ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം കേട്ടോ. അപ്പൊ ഇതിലേക്ക് കാശ്മീര് മുളക് പൊടി ഒരു 1.5 സ്പൂണ്. ഇതെല്ലാം ആദ്യം പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കാനാ? പേസ്റ്റ് ആക്കിയിട്ട്. അപ്പൊ ഒരു കൊഴുപ്പുണ്ടാവും. പൊടി ഒരു 3 സ്പൂൺ. ഇത് നന്നായി പേസ്റ്റ് ആക്കണം. മഞ്ഞപ്പൊടി ഓൾറെഡി നമ്മൾ ചെമ്മീനിൽ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ആവശ്യമില്ല. അപ്പോൾ ഇത് ഈ പേസ്റ്റ് ആക്കിയതൊന്ന് നന്നായി വഴറ്റണം കേട്ടോ. നന്നായി വഴഞ്ഞു. ഇനി ഈ പുളിവെള്ളം പാരണേ. അപ്പോൾ പുളി നന്നായി തിളച്ചു. ഇനി നമ്മൾ ഈ വെന്ത ചെമ്മീൻ ഇതിലേക്ക് പാരുന്നുണ്ട് കേട്ടോ. ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഉപ്പ് നോക്കാം. ഒരു 1/2 സ്പൂണും കൂടി ഉപ്പിടുന്നുണ്ട് കേട്ടോ. ഞാൻ 2ാം പാല് പാല് കേട്ടോ. ഇതൊന്ന് നന്നായി തിളക്കട്ടെ. ഇത് ചോറിന് നന്നാവൂല്ലേ? ചോറിന് നന്നാവും, ദോശയ്ക്ക് നന്നാവും. ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. അതിപ്പോ കോക്കനട്ട് മിൽക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന വാങ്ങിച്ചാലും മതി. അതാവുമ്പോ കുറച്ചും കൂടി തിക്കാവും. ഇപ്പൊ നന്നായി
ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1-ാം പാല് പാരിയാണ്. 1-ാം പാല് പറഞ്ഞാൽ പിന്നെ തിളപ്പിക്കണ്ട. തിളപ്പിക്കണ്ട. ഇത് കുറച്ചൊരു വെള്ളത്തോടെയാണ് അല്ലേ, വല്ലാതെ തിക്കായ ഇങ്ങനെ ഇരുന്നിട്ട് കുറുകും. പക്ഷെ ചോറിനാണെങ്കിൽ ഇങ്ങനെയാവും നല്ലത്, പൊറോട്ടയ്ക്കും അതെ. കാരണം ഭയങ്കര ദോശയ്ക്കും അതെ. ഭയങ്കര ഡ്രൈ ആയ അത് ടേസ്റ്റ് ഇല്ലല്ലോ. വെള്ളത്തോടെ ഇത് ഓഫ് ചെയ്യണേ. അപ്പൊ നമ്മൾ ചെമ്മീന്റെ കൂടെ ഒന്ന് കഴിക്കുന്നത് പൊറോട്ടയാണ്. പൊറോട്ട ഒന്ന് ക്രിസ്പി ആക്കണം അമ്മ. നല്ല മൊരിച്ചാലേ നല്ല ടേസ്റ്റ്. പൊറോട്ടയ്ക്ക് ആ പൊറോട്ടയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് കറിയുടെ കൂടെ കഴിക്കണം അല്ലേ. അതിൽ ചാറൊക്കെ ഒഴിച്ച് മുക്കി എടുക്കുമ്പോൾ ആ ടേസ്റ്റ് പോകും. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പൊറോട്ട സാമ്പാർ, പൊറോട്ട സാമ്പാർ, പൊറോട്ട വലിയ ഇഷ്ടമല്ല. പക്ഷെ പൊറോട്ട കടലക്കറി ഒക്കെ പണ്ട് അല്ലേ, ഒരു ചായയുടെ കൂടെ വെറുതെ കഴിക്കാൻ നല്ല മുരിഞ്ഞ പൊറോട്ട നല്ല കോമ്പിനേഷൻ. ഇവിടെ 2 പേർ അക്ഷമരായി കാത്തിരിക്കുന്നു. ഇത്തു വിശന്നിട്ട് വയ്യ, തെരുവ് പറഞ്ഞിട്ട് ഇവിടെ കാത്തിരിക്കാണ്. പൊറോട്ട വലിയ ഇഷ്ടമല്ല അച്ഛന്. എന്താ നിമിഷേട്ടന്റെ ഫേവറേറ്റാ പടക്കണ ചെമ്മീനും പൊറോട്ടയും. നിമിഷേട്ടൻ ഇങ്ങനെ ചാറുള്ള കറിയില്ല ഇഷ്ടം. നല്ല മണം. മുക്കി കുതിർക്കണ ആളതായിരിക്കണം. എനിക്കാണെങ്കിൽ മുക്കി കുതിർക്കണതേ ഇഷ്ടമാണ്. ഇത്തുവിന്റെ എപ്പോഴത്തെ ഫേവറേറ്റ് അല്ലേ പൊറോട്ട, ഇത് ചെമ്മീൻ. കഴിച്ചിട്ട് അഭിപ്രായം പറയൂ. ചെമ്മീൻ എന്ത് കറിയാ? ചെമ്മീൻ തേങ്ങാപ്പാൽ ഒഴിച്ച കറി. എല്ലാവരും അഭിപ്രായം പറയണം. അടിപൊളിയാ. അച്ഛൻ കഴിച്ചിട്ടില്ല. അതിന് എപ്പോഴും അടിപൊളി അടിപൊളി ആയിട്ടാണ് പറയണത്. അല്ല പറയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഭക്ഷണത്തിനെ കുറ്റം പറയാറില്ല. കുറ്റം എന്താന്ന് പറയൂ. ഒന്നുമില്ല. മിത്തുക്കുട്ടി പറഞ്ഞിട്ടില്ല, കഴിച്ചു നോക്കിയാ അടിപൊളിയാ. നമുക്ക് കഴിക്കാം. ഭക്ഷണം ഉണ്ടാക്കാതെ പല കുട്ടികളും കാണും. അപ്പൊ എല്ലാവരും ഒരു ഹാപ്പി ഈസ്റ്റർ പറഞ്ഞോളൂ. ഹാപ്പി ഈസ്റ്റർ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക അല്ലേ. നമ്മുടെ സ്ഥിരം എന്താ സ്ഥിരം ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ആദ്യം കാണുന്നവരൊക്കെയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ. അഭിപ്രായം നല്ലോണം പറയും. അതെ, നല്ലോണം അങ്ങോട്ട് പറയണോ. അപ്പൊ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോ ചീത്ത കൂട്ടം നന്നായിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും കൂടി ഇങ്ങനെ അതൊക്കെ പോയിക്കോളും. അല്ല, ഈ കൂട്ടം നന്നായില്ല എന്നല്ല പറയുന്നത്. ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോ അതിന്റെ സുഖം. ഈസ്റ്ററും ദുഃഖവെള്ളി 2-3 ദിവസം ഒഴിവല്ലേ. അപ്പൊ ഞങ്ങള് വീക്കെൻഡ് അങ്ങോട്ട് അടിച്ചു പൊളിക്കാൻ പോവാ. മിത്തുവിന്റെ വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞു. ഇതോടുകൂടി മിത്തുവിന് സ്കൂൾ തുറന്നു. മിത്ത്